നമസ്കാരം. ഫേസ് ടു ഫേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചുഴി എന്ന ചിത്രത്തിന്റെ എഡിറ്റർ ശ്രീ അനീഷ് കുമാറാണ്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചുഴി എന്ന ചിത്രം ഓഗസ്റ്റ് 17 റിലീസ് ആവുകയാണല്ലോ. അപ്പോൾ അതിന്റെ ഫൂട്ടേജസ് ആദ്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ആദ്യമായിട്ട് സുമിയനെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചതിന് പിന്നെയാണ് ഈ ഫൂട്ടേജ് കൊണ്ടുവന്നു കണ്ടു. അപ്പം അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു, കാരണം സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചിട്ടില്ല, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ ഫുട്ടേജ് ഫുള്ള് നമ്മൾ കണ്ട് നോക്കിയതിന് ശേഷമാണ് പിന്നെ ഇതിനെ എഡിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അപ്പം തുടങ്ങി ബാക്കി റിപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. സുമിയുടെ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വർക്ക് എന്തോ ആണ്. മൂന്നാമത്തെ വർക്ക് എന്തോ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കാരണം തുടക്കക്കാരി എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ ഇരുന്ന് സംസാരിച്ച് വർക്ക് തുടങ്ങി എനിക്കൊന്നൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആ വർക്കിലേക്ക് ഒരു ഇതാവുന്നത്. പിന്നെ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഒരു ചിത്രം അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് നമ്മൾ ആദ്യം കാണുന്നത് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 20 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമായി തുടങ്ങി, പിന്നെ അത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചിത്രമായി മാറുകയായിരുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഈ എഡിറ്റിംഗ് ടൈമിൽ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇതിനിപ്പം ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, കാരണം സാധാരണ ഷോർട്ട് ഫിലിം 30 മിനിറ്റിൽ താഴെ ഒക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു 54 മിനിറ്റോളം ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് 1 മണിക്കൂറിന് പുറത്തുണ്ടായിരുന്നു. ഡബ് കഴിഞ്ഞ് ഫൈനൽ ട്രിം വന്ന് പിന്നെയാണ് നമ്മളൊരു 54ലേക്ക് ഒതുക്കുന്നത്. പിന്നെ അതിൽ കൂടുതൽ നമുക്കത് കുറയ്ക്കാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ സ്ട്രക്ചർ മൊത്തം മാറിപ്പോകും. അങ്ങനെ നമ്മൾ 54 മിനിറ്റിൽ അങ്ങ് നിർത്തുമായിരുന്നു. ഇപ്പോൾ സിനിമയാണെന്ന് വെച്ചാൽ സിനിമയല്ല, ഷോർട്ട് ഫിലിം ആണെന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിം അല്ല. അങ്ങനെ ഡ്യൂറേഷൻ വെച്ചിട്ട് നമുക്കത് ട്രിം ചെയ്ത് കളയാൻ പറ്റില്ല, 2 പാർട്ടാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 54 മിനിറ്റിൽ ഇത് ഫിക്സ് ചെയ്യായിരുന്നു. വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂറേഷൻ തന്നെയായിരുന്നു വെല്ലുവിളി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ചിത്രത്തിന്റെ സംവിധായക സുമി പ്രശാന്ത് ഒരു പുതുമുഖമാണല്ലോ. പുള്ളിക്കാരുടെ 3ാമത്തെ ചിത്രമാണ് ചുഴി. എങ്ങനെയുണ്ടായിരുന്നു സുമി പ്രശാന്തുമായുള്ള എക്സ്പീരിയൻസ്? അല്ല, സുമി നമ്മുടെ ഇവിടെ എഡിറ്റിന് വരുമ്പോഴാണ് സുമിയെ പരിചയപ്പെടുന്നത്. വർക്ക് നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ റിപ്പോർട്ടൊന്നും ഇല്ലാതാണ് വരുന്നത്. അപ്പം സ്ക്രിപ്റ്റ് ഇല്ല, അപ്പം റിപ്പോർട്ടില്ല. അപ്പം വന്നപ്പോഴത്തേക്കും വർക്ക് തുടങ്ങാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുടങ്ങി കഴിഞ്ഞ് വർക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് തുടക്കക്കാർക്കുള്ളൊരു ചെറിയ പ്രശ്നങ്ങളാണ് ഈ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് വരിക, ഫ്രെയിമിങ്ങിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരിക. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇഷ്യൂ വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം അത് ഇങ്ങനെ ആവണം, അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. കണ്ടിന്യൂറ്റി ഇഷ്യൂസ് നമ്മൾ മാക്സിമം സോൾവ് ചെയ്ത് തന്നെയാണ് എഡിറ്റ് ചെയ്ത് പോയത്. ഇത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ ഡ്യൂറേഷൻ നമുക്കൊരു 1 മണിക്കൂറിന് മുകളിലുണ്ടായിരുന്ന സാധനം നമ്മൾ കുറച്ച് 54 മിനിറ്റിൽ എത്തിക്കുന്നത്. അതായിരുന്നു ഒരു വലിയൊരു വെല്ലുവിളി. ഇതിനെല്ലാം പുള്ളിക്കാരുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഫുൾ ടൈം എഡിറ്റിലുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരി തുടക്കമായതുകൊണ്ടും പുള്ളിക്കാരിക്ക് ഇതൊരു എഡിറ്റിന് ഇരുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചുഴിയുടെ ടീമിനെ ഒരു എഡിറ്റർ എന്ന നിലയിൽ താങ്കൾക്ക് എത്രത്തോളം സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? തുടക്കക്കാരി ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. കാരണം റിപ്പോർട്ട് ഒന്നും ഇല്ലാതാണ് എഡിറ്റിന് വരുന്നത്. അപ്പം റിപ്പോർട്ടൊന്നും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ടേക്ക് കണ്ടുപിടിക്കുക, അതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. അപ്പം ഈ ഓക്കെ ടേക്ക് നമ്മൾ ലാസ്റ്റ് ടേക്കാണ് ഓക്കെ ടേക്കായിട്ടാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ പറയും പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞ് മാക്സിമം അതിനകത്തുള്ള ഈ എററെല്ലാം നമ്മൾ നീക്കി മാക്സിമം അത് നന്നാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം അടുത്ത വർക്ക് ചെയ്യുമ്പം ഇതിലും ബെറ്റർ ആവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? സാധാരണ ഷോർട്ട് ഫിലിംസ് നമ്മൾ അങ്ങനെ പ്രിവ്യൂ തിയേറ്ററിൽ അങ്ങനെ എല്ലാ ഷോർട്ട് ഫിലിംസ് ഒന്നും വെക്കാറില്ല. അപ്പോൾ ഇത് നമ്മൾ സുമി ഇങ്ങനെ പ്രിവ്യൂ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ തന്നെയാണ് പറഞ്ഞത്, DCP ചെയ്തിട്ട് തിയേറ്ററിൽ തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ വെക്കണം. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ളതും അപ്പം അവരുടെ റിലേറ്റീവ്സും ഒക്കെ വന്ന് കാണുന്നില്ലേ. അപ്പം അങ്ങനെ നമ്മൾ കൈരളിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ശ്രീയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തിയത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്റർ സ്ക്രീനിൽ ഈ ഔട്ട് കാണുമ്പോൾ അത് വേറൊരു
രീതിയാണ്. കാരണം നമ്മളൊരു സിനിമ കാണുന്ന ഒരു ഫീലാണ് തിയേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. കാരണം സൗണ്ട് നമ്മൾ 5.1 മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ സിനിമ കാണുന്ന അതേ ഒരു ഫീല് തന്നെയാണ് നമുക്ക് ഈ ഷോർട്ട് ഫിലിം തിയേറ്ററിൽ കാണുമ്പോഴും നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മളിതിപ്പം വർക്ക് ചെയ്ത് കണ്ടതുകൊണ്ട് നമുക്കൊരു പുതുമ തോന്നുന്നില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാനും സുമിയും തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ കൂടുതലായിട്ടൊന്നും തോന്നില്ല. പക്ഷെ ഒരു സിനിമ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് തിയേറ്ററിൽ നമുക്ക് കിട്ടി. ഇതിന്റെ പ്രിവ്യൂ ഷോ കാണുന്ന സമയത്ത് ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ച് ഉണ്ടല്ലോ ഈ ചിത്രം. അപ്പൊ ആദ്യമേ തന്നെ ഒരു മുഴുനീള ചിത്രമായി ഇത് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു എന്നൊരു സജഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായോ? തീർച്ചയായിട്ടും തോന്നി. കാരണം ഇതിപ്പം ഏതാണ്ട് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ 1 മണിക്കൂറിന് മുകളിലുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മൾ സുമിയെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പാട്ടോ പിന്നെ കുറച്ച് 1-2 സീനൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 1.5 മണിക്കൂറുള്ളൊരു സിനിമയാക്കി മാറ്റാം. പക്ഷേ ഈ പറയുന്ന കണക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നം, പിന്നെ അത് പോസിബിൾ അല്ല. കാരണം പിന്നെയും പോയി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കണക്ക് 54 മിനിറ്റിൽ തന്നെ അത് എഡിറ്റ് ലോക്ക് ചെയ്തത്. കാരണം കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 1.5 മണിക്കൂറുള്ളൊരു സിനിമയാക്കി നമുക്ക് ഇറക്കാൻ പറ്റിയാണ്. കാരണം അതിനുള്ള കണ്ടന്റ് അതിലുണ്ട്. KSFDC-യിലായിരുന്നല്ലോ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം നടന്നിരുന്നത്. ഒരു പുതുമുഖ സംവിധായിക എന്ന നിലയിൽ എന്തുമാത്രം സപ്പോർട്ടാണ് KSFDC പുള്ളിക്കാരിക്ക് നൽകിയെന്ന് വിശ്വസിക്കുന്നത്? സുമി നമ്മുടെ ഇവിടെ KSFDC വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ഇവിടുന്ന് നമുക്ക് കൊടുക്കാവുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തു. കാരണം എഡിറ്റ് ഇവിടെയായിരുന്നു, ഡബ് നമ്മുടെ കലാഭവനിലായിരുന്നു ഡബ്ബിങ്. പിന്നെ ബാക്കി ഇതിൻ്റെ സൗണ്ട് മിക്സിങ്ങിൻ്റെ കാര്യമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ഒരു സപ്പോർട്ട് സുമിക്ക് കൊടുത്തു. കാരണം പുതുമുഖ സംവിധായിക എന്നുള്ളൊരു ഇത് നമ്മൾ അതിൽ അങ്ങനെ വെച്ചിട്ടില്ല. കാരണം ഒരു ലേഡി ഡയറക്ടർ എന്നുള്ളൊരു പരിഗണന നമ്മൾ എപ്പോഴും കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് വേറെ ബുദ്ധിമുട്ട്, കാരണം ഈ എക്സ്പീരിയൻസ് കുറവായത് കൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുത്തു. കാരണം എങ്ങനെ പോകണം, ഏത് രീതിയിൽ വേണം നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ടീംസിനെയൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെയുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ സുമി പുതിയൊരു വെബ് സീരീസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു, പുതിയ കഥകളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പം അടുത്ത വർക്കും നമ്മുടെ അടുത്ത് തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ചുഴി ഓഗസ്റ്റ് 17 യൂട്യൂബ് ചാനൽ വഴി, അവരുടെ യൂട്യൂബ് ചാനൽ വഴിയിട്ട് റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ഫിലിം എന്ന് കരുതരുത്. കാരണം അതൊരു പക്ക സിനിമ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു 54 മിനിറ്റുള്ള ഒരു ഹോം സിനിമ എന്നൊരു രീതിയിൽ തന്നെയാണ് നിങ്ങളിത് കാണേണ്ടത്. എല്ലാ പ്രേക്ഷകരും ഇത് കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കാഴ്ചക്കാരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്രയും നേരം ഫേസ് ടു ഫേസിന്റെ പ്രേക്ഷകരോട് ചുഴിയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ചുഴിയുടെ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഫേസ് ടു ഫേസിന്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.